ഞങ്ങൾ താഴെ റോഡിൽ പോയി കലവെടുത്ത് ചുമട് ചുമ്മിയാണ് ഇത്രയും കയറ്റം കയറിയാണ് കൊണ്ടുവരുന്നത്. ഏകദേശം 1 കിലോമീറ്ററോളം താഴെ പോയാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഇത് പത്തനംതിട്ട പ്രമാടം പഞ്ചായത്തിലെ 14-ാം വാർഡ്. മലമുകളിലെ ഈ പ്രദേശത്തെ വീട്ടമ്മമാർ കുടിവെള്ളത്തിനായി അലയുന്നത് കിലോമീറ്ററുകൾ. അതിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. കാശ് കൊടുത്താൽ വെള്ളം വാങ്ങിക്കുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും ഉള്ള ആറ്റിലോ തോട്ടിലോ പോയി ചുമ്മിക്കൊണ്ട് വരിക. അങ്ങനെ ബുദ്ധിമുട്ടുക. ഇതെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഇതുവരെ ആരും ഒന്നും ചെയ്തു തന്നില്ല. അത്ര ഭയങ്കര കഷ്ടപ്പാടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഈ ഏരിയയിൽ ഒറ്റ ഒരെണ്ണത്തിനും ഒരു ശകലം വെള്ളമില്ലാതെ ഞങ്ങൾ കിടന്ന് ബുദ്ധിമുട്ടുക. ഒരു 10 വർഷം കഴിഞ്ഞ തൊട്ട് ഞങ്ങൾ ഈ മല ചുമന്ന് കയറുക. വെള്ളം റോഡ് സ്കൂളിൻ്റെ അവിടുന്ന് ഒക്കെ ഞങ്ങൾ വെള്ളം ചുമന്നുകൊണ്ട് വരുന്നത്. ഇപ്പം പിന്നെ ഞങ്ങൾ അരി മേടിക്കാനുള്ള പൈസ കൊടുത്ത് ഞങ്ങൾക്ക് ചുമക്കാൻ വയ്യാതായപ്പം ഞങ്ങൾ വാങ്ങുക വെള്ളം. ഈ ടാങ്ക് വന്നിട്ട് 4 വർഷത്തോളം ഇതുവരെ പണി പൂർത്തീകരിച്ചിട്ടില്ല. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും ചെയ്ത് തരാമെന്ന് പറയും. ആരും ഇതുവരെ ഇത് പൂർത്തീകരിച്ചിട്ടില്ല. 2014-ൽ 20,000 ലിറ്റർ സംഭരണശേഷിയുള്ള ചൂതുപാറ വേങ്ങവിള പദ്ധതി പൂർത്തിയായി. പക്ഷെ 3 കൊല്ലമായിട്ടും വീടുകളിലേക്കുള്ള പൈപ്പുകൾ സ്ഥാപിച്ചില്ല. അതായത് കഴിഞ്ഞ 3 കൊല്ലത്തെ ജനങ്ങളുടെ ദുരിതത്തിന് കാരണം അനാസ്ഥയാണെന്നർത്ഥം. വിതരണ പൈപ്പ് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളതായ ഫണ്ട് ഏതാണ്ട് 15 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് ത്രിതല പഞ്ചായത്തും ഒക്കെ ഇങ്ങനെ പരിശ്രമിക്കുന്നു. പക്ഷെങ്കിൽ അതിൻ്റെ പെട്ടെന്നുള്ളൊരു നടപടി ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ, ജനങ്ങൾക്ക് പ്രയോജനം വരികയുള്ളൂ. ഇത് കേവലം പ്രമാടത്തെ മാത്രം പ്രശ്നമല്ല. സംസ്ഥാനത്തൊട്ടാകെ ജനങ്ങൾ അനുഭവിക്കുന്നത് ഈ അനാസ്ഥയുടെ അനന്തരഫലങ്ങളാണ്. കുടിവെള്ള പ്രശ്നം ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്നത് കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളെയാണ്. ഇവിടങ്ങളിലൊക്കെയും കൂടുതൽ കാര്യക്ഷമമായി വേഗതയോടെ കുടിവെള്ളം എത്തിക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം. പ്രമാടത്തു നിന്നും ക്യാമറമാൻ അരുൺ മാത്യുവിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18.